കവികൾ ഈ വഴിക്ക് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കറ പുരളാതിരിക്കണം, കഴുകാതിരിക്കണമെങ്കിൽ. അതുകൊണ്ട് മനസ്സാണ് എല്ലാ ധർമ്മവും, എല്ലാ അധർമ്മവും, ആത്മാവല്ല. അതുകൊണ്ടല്ലയോ സർവവ്യാപിൻ ധർമാധർമ്മങ്ങളും സുഖദുഃഖങ്ങളും മനസ്സാണ്. ധർമ്മോ ധാരയതി പ്രജ. ധർമ്മം എന്ന് പറയുന്നത് പ്രജയെ ധരിക്കുന്നതെന്നൊരർത്ഥം. യഥാ അഭ്യുദയ നിശ്രേയസ സിദ്ധി സാ ധർമ്മ. അഭ്യുദയവും നിശ്രേയസവും ധർമ്മമാണ്. ദ്വിവിധോ വേദോക്തോ ധർമ്മ. പ്രവൃത്തി ലക്ഷണ നിവൃത്തിശ്ച വിഭാവിത എന്ന് വ്യാസൻ. ഞാൻ ആ ധർമ്മങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം എന്ന് ഋഷി തന്നെ പറഞ്ഞിട്ടുണ്ട്. ധർമ്മം ഗഹനമാണ്. ആ ധർമ്മവും അതിന് വിപരീതവും. മനസ്സ് കേവലമായിരിക്കുമ്പോൾ ഒന്ന് ധർമ്മമാണ്, ആപേക്ഷികമായിരിക്കുമ്പോൾ മറ്റൊന്നാണ് ധർമ്മം. അതുകൊണ്ട് തന്നെ വ്യത്യാസമുണ്ട്. അവയും ധർമാധർമ്മങ്ങളും സുഖവും ദുഃഖവും. അനുകൂലവേദനീയം സുഖം, പ്രതികൂലവേദനീയം ദുഃഖം എന്നൊരു നിർവചനം. ഖം എന്ന് പറഞ്ഞാൽ ആകാശമെന്നാണ്. നല്ല ആകാശം സുഖം. ദുഃഖം ദുഷിച്ച ആകാശം ദുഃഖം. സുഷ്ടു ശോഭനാനി ഇന്ദ്രിയാണി യസ്മിൻ തത് സുഖം. ഇതാണൊരു പ്രാചീന നിർവചനം. ദുഷ്ടു അശോഭനാനി ദുർഗാതാനി യസ്മിൻ തത് ദുഃഖം. ഇതൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെ കേട്ടിട്ടുള്ളതല്ലേ? ഇല്ല. ഇങ്ങനെയൊക്കെയാണ് സുഖദുഃഖങ്ങളുടെ നിർവചനം. നമുക്ക് സുഖവും ദുഃഖവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് നേരത്തേക്ക് സങ്കടം വരുത്തുന്നതൊക്കെ ദുഃഖമാണ്, കുറച്ച് നേരത്തേക്ക് സന്തോഷം വരുത്തുന്നതൊക്കെ സുഖമാണ്. അതിൽ കൂടുതലൊന്നും നമ്മൾ വിചാരിക്കാറില്ല. പക്ഷെ സുഖദുഃഖങ്ങളെ അന്വേഷിച്ച് പഠിക്കുന്നത് വളരെ രസമാണ്. എന്താണ് സുഖം, എന്താണ് ദുഃഖം? പാപം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി ദുഃഖം. സുപുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത ഇതി സുഖം. ഇങ്ങനെ അനേക നിർവചനം പ്രാചീനർക്കുണ്ട് ഈ രണ്ട് ശബ്ദത്തിന് തന്നെ. ഇതെല്ലാം പഠനീയമാണ്. നിത്യോപയോഗത്തിലുള്ള ഈ സാധനങ്ങളൊക്കെ അവർ പഠിച്ച രീതി. നമുക്കെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ സുഖമായി, ദുഃഖമായി. ദുഃഖം വരാൻ നമ്മുടെ ബന്ധു മരിക്കണം എന്നില്ല, ഗൗരവം തോന്നല. അത്യധികമായ ദുഃഖം വരുത്താൻ നമുക്കൊരു ബന്ധമില്ലാത്തവൻ മരിച്ചാലും വരും കുറേ നേരത്തേക്ക്. ഗോപാലനും ശങ്കരനും തൊടുപുഴ ഇടവട്ടിയിൽ നിന്നൊരു ശങ്കരനും മണക്കാട്ട് നിന്നൊരു ഗോപാലനും അമേരിക്കയ്ക്ക് പോയി. എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞ് വളരെ ഗംഭീരന്മാരായിട്ട് പോയി അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ കമ്പ്യൂട്ടർ മേഖലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുക. കേമന്മാരാണ്, അപൂർവ ബുദ്ധിമാന്മാർ. അവിടെ ചെന്നു, രണ്ടുപേരുടെയും പ്രവർത്തനത്തെ മാനിച്ച് കമ്പ്യൂട്ടർ തന്നെ ഉണ്ടാക്കിയത് അവിടുത്തെ പ്രതിരോധ വകുപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടി. ആ രംഗത്ത് ഗംഭീരമായൊരു നേട്ടം സോഫ്റ്റ്വെയറിൽ ഇവർ രണ്ടുപേരോട് ഉണ്ടാക്കി. അതിന് അവിടുത്തെ പ്രസിഡൻ്റ് ഒരു അവാർഡൊക്കെ ഇവർക്ക് തീരുമാനിച്ചു.
സർവീസിൽ ഇവർക്കൊരു കയറ്റമൊക്കെ കൊടുക്കാൻ തീരുമാനിച്ചു. വിവരമൊക്കെ അറിയിച്ചു. അവർ രണ്ടുപേരും നാട്ടിലേക്ക് അറിയിച്ചു, ഇടവെട്ടിയിലും മണക്കാട്ടും ഇടവെട്ടിയിലും ഗോപാലൻ്റെയും ശങ്കരൻ്റെയും വീട്ടിൽ ഗംഭീര സദ്യക്കൊക്കെ നാട്ടുകാരെയൊക്കെ വിളിച്ച് മകൻ്റെ പ്രൊമോഷൻ ദിവസം കൊടുക്കാൻ രണ്ടു കൂട്ടരും ഗംഭീരമായിട്ട് പരിപാടി ഇടുക. ഈ പരിപാടിയുടെ അന്ന് രാവിലെ 8:30 മണിക്ക് മണക്കാട്ടുള്ള ശങ്കരൻ്റെ വസതിയിലേക്ക് ഒരു ടെലഗ്രാം വന്നു. ഇത് വാങ്ങാനായിട്ട് പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് ശങ്കരൻ മരിച്ചു. അമ്മ ബോധം കെട്ടു വീണു. അച്ഛന് പ്രജ്ഞയേറ്റു. കൂടിയ ബന്ധുക്കളൊക്കെ മാറത്തലച്ച് നിലവിളിച്ചു. ഇടവെട്ടിയിൽ സദ്യ പൊടി പിടിച്ചു. പായസമൊക്കെ ഉണ്ട്. ആളുകളങ്ങനെ വളരെ ഗംഭീരമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. അടുത്ത ദിവസം 4 മണിയായപ്പോഴേക്ക് ഗോപാലൻ്റെ മൃതദേഹവുമായി ഇടവെട്ടിയിൽ ശങ്കരൻ വന്നിറങ്ങി. മനസ്സിലായില്ല. ടെലഗ്രാമിൽ അഡ്രസ്സൊന്ന് മാറിപ്പോയേ ഉള്ളൂ. മനസ്സിലായില്ല. ദുഃഖിച്ചതാരാ? ശങ്കരൻ്റെ അമ്മയും അച്ഛനുമാണ്. സന്തോഷിച്ചതാരാ? ഗോപാലൻ്റെ അമ്മയും അച്ഛനുമാണ്. മരിച്ചതാരാ? ഗോപാലനാ. അവാർഡ് മേടിച്ചതാരാ? ശങ്കരനാ. എന്ത് കാരണം കൊണ്ട് ഈ ദുഃഖം മാറി? സുഖവും ദുഃഖവും സംഭവങ്ങളിൽ നിന്നല്ല. ബന്ധു മരിച്ചു കിടക്കുമ്പോൾ ഒരുത്തൻ പൊട്ടിക്കരയുകയും വേറൊരുത്തൻ കരയാതിരിക്കുകയും ചെയ്യും. അവൻ ചിരിച്ചുകൊണ്ട് കർമ്മങ്ങളെല്ലാം ചെയ്യും. ഒരാൾക്ക് ദുഃഖം, ഒരു മകന് ദുഃഖം വരാനും മറ്റേ മകൻ ആളുകളെ സ്വീകരിക്കാനും ചിരിച്ചുകൊണ്ട് ചെയ്യാനും ഇടയാകുന്നത് സ്നേഹവുമായി ബന്ധപ്പെട്ടാണ്. അല്ല, എല്ലാ ദുഃഖവും പാപം തസ്മാത് ഓഖതി ഉത്പദ്യത. ജന്മജന്മാന്തരങ്ങളുടെ പാപബോധത്തിൽ നിന്നാണ് ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്, കർമ്മത്തിൽ നിന്നല്ല. സുപുണ്യം തസ്മാത് ഓഖതി ഉത്പദ്യത ഇതി സുഖം. മകൻ മരിച്ചപ്പോൾ ഒരമ്മ ഈശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് പറയാണ്, സന്തോഷമായി, ഭഗവാനെ അവനെ കിടത്തി വിഷമിപ്പിച്ചില്ലല്ലോ. മറ്റു പല കുട്ടികളും കിടക്കുന്നത് കണ്ടവളാ ഞാൻ. വിഷമിപ്പിക്കാതെ അങ്ങ് വിളിച്ചല്ലോ, അതിനൊരു കർമ്മം വേറെ. ഇത് തള്ളയാ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ആ കാഴ്ചപ്പാട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ആ സന്തോഷം അവരിൽ നിലനിർത്തുകയും ചെയ്യുന്നത് പുണ്യം കൊണ്ടാണ്. മരണവും വേർപാടും ധനനഷ്ടവും ഒന്നും ദുഃഖിപ്പിക്കാത്ത ആളുകളുണ്ട്. ഇതെല്ലാം നേടിയിട്ടും ദുഃഖിക്കുന്ന ആളുകളുമുണ്ട്. റൈറ്റ്? നോ. എന്തെല്ലാം സൗഭാഗ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാലും എന്നാലും ദുഃഖം തന്നെ സ്വഭാവമായ മനുഷ്യനുണ്ട്. വൈ? പാപം തസ്മാത്. അത്ര കടുത്തതാണ് അവൻ്റെയും അവളുടെയും ഒക്കെ പാപം. പുണ്യം തസ്മാത് ഓഖതി ഉത്പദ്യത ഇതി സുഖം. ഇതൊരു നിർവചനം. പുണ്യപാപങ്ങളാണ് സുഖദുഃഖങ്ങൾ. ദുഃഖം ചോദിച്ചു വാങ്ങുന്നവരുമുണ്ട്. എനിക്ക് സുഖം വേണ്ട, ദുഃഖം മതി. കുന്തി അങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരിടത്ത് കുന്തി ഇതിൽ നിന്നൊക്കെ മോചിപ്പിക്കണമെന്നും പറയുന്നുണ്ട്. അഥാ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്നേഹപാശമിമം ചിന്തി ദൃഢവിഷ്ണുഷു പണ്ടുഷു എന്ന് ചോദിക്കുന്നുണ്ട് കുന്തി.
അപ്പോൾ എന്താണ് സുഖവും ദുഃഖവും? ഭൗതികമായി പുറമെ നോക്കി പറഞ്ഞാൽ അനുകൂലമായൊരറിവാണ് സുഖം, പ്രതികൂലമായൊരറിവാണ് ദുഃഖം. സംഭവമോ പരിപാടിയൊന്നുമല്ല, വേറൊരു അറിവ്. നിനക്ക് റാങ്ക് കിട്ടി എന്നൊരാൾ പറഞ്ഞാൽ മതി, തുള്ളിച്ചാടാൻ തുടങ്ങി. സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നമ്മൾ തോറ്റുപോയി, എന്നാലും ആദ്യം തുള്ളിച്ചാടാതിരിക്കില്ല. റൈറ്റ്, ശരിയാണ്. നീ അറിഞ്ഞില്ല എൻ്റെ അച്ഛൻ ചത്തുപോയി എന്ന് പറഞ്ഞാൽ മതി, ഇവൻ കരയും. വീട്ടിൽ ചെന്നപ്പോൾ അയാൾ ജീവനോടെ ഇരിപ്പുണ്ടെങ്കിലും ആദ്യം കരഞ്ഞു. ശരിയാണ്. അനുകൂലമായൊരറിവാണ് സുഖം, പ്രതികൂലമായൊരറിവാണ് ദുഃഖം. പുറമേ അത്രയാണ് അതിൻ്റെ അർത്ഥം. കുറച്ചുള്ളിലോട്ട് കിടക്കുമ്പോൾ അശോഭനാനി ഇന്ദ്രിയാണി ദുർഗാതാനി യസ്മിൻ തത് ദുഃഖം. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ അശോഭനമായി കാണുന്നത് എവിടെയോ അത് ദുഃഖമാണ്. ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ ശോഭനാനി ഇന്ദ്രിയാണി യസ്മിൻ തത് സുഖം. എവിടെയാണോ ഇന്ദ്രിയങ്ങൾ ശോഭായമാനമായി കാണുന്നത് അത് സുഖമാണ്. ഇതതിൻ്റെ അടുത്ത സ്റ്റേജിലുള്ള നിർവചനം. ആത്യന്തിക സ്റ്റേജിലുള്ള നിർവചനം പാപം തസ്മാത് ഓഘതി ഉത്പദ്യത, പുണ്യം തസ്മാത് ഓഘതി ഉത്പദ്യത. ഇത് പൂർവനിശ്ചിതവുമാണ്. സുഖവും ദുഃഖമൊക്കെ പ്രഹ്ലാദൻ്റെ ഭാഷയിൽ അല്പം കൂടെ കിടക്കും. അറിയുമോ? ഇല്ല. പ്രഹ്ലാദനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഇയാളെ പഠിപ്പിക്കാനായിട്ട് അച്ഛൻ 2 മല്ലന്മാരെ വിട്ടു പഠിപ്പിക്കാൻ, നല്ല 2 അധ്യാപകർ. നല്ല കുട്ടികളെയൊക്കെ അടിച്ച് പഠിപ്പിക്കുന്ന അധ്യാപകരെയാണ് പണ്ട് കാലത്തൊക്കെ വേണ്ടത്. അതിനിവർ ചൂരവടിയും കൊണ്ട് നടക്കുന്ന അധ്യാപകരാണ്. പേര് കേട്ടാൽ തന്നെ നിങ്ങളൊന്ന് പേടിക്കും. ശണ്ടൻ, അമർക്കൻ, നല്ല മിടുക്കന്മാരാണ്. ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. കുറച്ചാൾ പഠിപ്പിച്ച് കഴിഞ്ഞ് പിള്ളേരെ ഈ അച്ഛനും അമ്മയും എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ നാളത്തെ വിദ്യാഭ്യാസം കഴിയുമ്പോൾ മടിയിലിരുത്തി ചോദിക്കും, പഠിച്ചതിലെ നല്ലത് വല്ലതും ഉണ്ടേ പറയാൻ. അത് ചോദിക്കുന്ന ഗതികേട്. ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ മടിയിലിരുത്തി അധ്യാപകരെ 2 പേരെ അപ്പുറം ഇപ്പുറം നിർത്തി മടി കയറ്റിയിരുത്തിയിട്ട് ചോദിച്ചു, തന്ത ഹിരണ്യകശിപു, നീ പഠിച്ചതിലെ നല്ലത് വല്ലതും ഉണ്ടെങ്കിൽ പറയാൻ. പിടിച്ചോളാൻ പറഞ്ഞു. സുഖമൈന്ദ്രിയകം ദൈത്യ ദേഹയോഗേന ദേഹിനം സർവത്ര ലഭ്യതേ ദുഃഖം യഥാ ദുഃഖമയത്നത. മടിയെന്നെടുത്തൊരൊറ്റേറാം. ഇതാ ഇത്രയും കാലം പഠിപ്പിച്ചത്. ആരെവിടെ? വിളിയുടെ അധ്യാപകരെ എന്ന് പറഞ്ഞു. മറുപടി, അയ്യോ ഇത് ഞങ്ങൾ പഠിപ്പിച്ചതല്ല, ഇത് സിലബസിലുള്ളതല്ല, ഇവൻ വെളിയിൽ നിന്ന് പഠിച്ചതാണ്. ഇവൻ പറയുന്നതെല്ലാം ഔട്ട് ഓഫ് സിലബസ് സാധനമാണ്. കാരണം ഈ സാധാരണയിൽപ്പെട്ട് പഠിക്കുന്നതല്ല. ഇവൻ്റെ തിയറിയൊക്കെ വളരെ കുഴപ്പം പിടിച്ചതാണ്. കാരണം ഇവൻ തന്തയെ നോക്കിയാ പറഞ്ഞത്, അല്ലയോ അസുര, സുഖം ഇന്ദ്രിയങ്ങളുടെയാണ്, ഐന്ദ്രിയകം ദൈത്യ. സുഖം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ദേഹത്തോട് ആത്മാവ് യോജിച്ച് നിൽക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ ഒരു തോന്നൽ. ശോഭനാനി ഇന്ദ്രിയാണി യസ്മിൻ തത് സുഖം. ഇതിൻ്റെ നിർവചനം. തന്തയ്ക്ക് ദേഷ്യം വരാതിരിക്കുമോ? കാരണം എളി ഒരുപാട് കൂട്ടിക്കൊണ്ടിരിക്കുകയും എല്ലാം പിടിച്ചു പറിക്കുകയും ചെയ്യുന്നത് ഇത് താൽക്കാലികമാണ്. ദൈത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖത്തിന് പ്രയത്നിക്കുകയും വേണ്ട, അതിപ്പം വരാൻ പോവുകയാണ്. എടുത്തെറിയാണ്. അത് കഴിഞ്ഞ് പറഞ്ഞു, ഇവിടെ യന്ത്രവന്മാർ കുറേ പേര് ഇങ്ങനെ വേഷവും കെട്ടി നടക്കുന്നുണ്ട്, അവന്മാരെ സൂക്ഷിക്കണം, വേണ്ടാത്തത് പഠിപ്പിക്കും, ഇൻ്റർവെല്ലെല്ലാം പിള്ളേരെ നോക്കിയിരിക്കണം എന്ന് പറഞ്ഞ് കാവൽക്കാരെയൊക്കെ ഇട്ട് ചട്ടം കെട്ടി വിട്ടു. 2 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ വിളിച്ചു, മടിയെ കയറ്റിയിരുത്തി കാര്യമായിട്ട് ചോദിച്ചു, മോനെ ഇപ്പോൾ പഠിച്ചതിൽ നല്ല വല്ലതും ഉണ്ട്? ഈ നല്ലതെന്ന് പറയുന്നതുകൊണ്ടായി കുഴപ്പം. ഇവർ പഠിപ്പിച്ചത് ചോദിച്ചാൽ മതി, ഇവൻ കൃത്യമായിട്ട് മണിയായിട്ട് പറയും. പക്ഷേ നല്ലത് പറയാൻ പറഞ്ഞപ്പോൾ ഇവൻ കുറച്ചുകൂടെ നല്ലതാണ് പറഞ്ഞത്. കഴിഞ്ഞോണെ പറഞ്ഞത് സുഖം ഇതാണ് ദുഃഖം ഇതാണെന്ന് പഠിപ്പിച്ചു. ഇനി ഈ സുഖവും ദുഃഖവും എവിടുന്നാണ് ഉണ്ടാകുന്നതെന്നുള്ളതിന് എളുപ്പ വഴിയിലൊരു കാര്യം കൂടെ ചെയ്യാൻ പഠിപ്പിച്ചു. ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. തീരെ സഹിക്കാവുന്നതല്ല. ആദ്യത്തത് കഷ്ടിച്ച് സഹിക്കുക. ഇത്തവണ എടുത്താണ് എറിഞ്ഞത്. പറഞ്ഞവനെ വല്ല തീയും ഉണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ടിടാൻ പറഞ്ഞു. ശരിയാകല്ലോ. ഇവൻ എൻ്റെ മകനായി ജനിച്ചല്ലോ എന്നാണ് അസുരന് തോന്നിയത്.
അപ്പം ഈ സുഖവും ദുഃഖവും ഒക്കെ പൂർവ കൃതപുണ്യപാപങ്ങളാലാണ്, സംഭവങ്ങളാലല്ല. സംഭവങ്ങൾക്കൊന്നുമില്ല. കർമ്മവും കർമാനുശേഷവും ആ സുഖവും ദുഃഖവും. അപ്പോൾ ധർമാധർമ്മങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം മനസ്സിൻ്റെ ധർമ്മമാണ്. അഷ്ടാവക്രഗീത കുമാരനാശാൻ പഠിച്ചിരുന്നോന്ന് തോന്നും. ദുഃഖസുഖങ്ങളും വിണ്ണരകങ്ങളും ഒക്കെ മനസ്സിൻ്റെ സൃഷ്ടിയല്ലോ. ഇതിൻ്റെ തർജ്ജമ മനോഹരമായ മലയാള കവിത. ദുഃഖസുഖങ്ങളും വിണ്ണരകങ്ങളും ഒക്കെ മനസ്സിൻ്റെ സൃഷ്ടിയല്ലോ. കുമാരനാശാൻ നല്ലപോലെ ഇതെല്ലാം പറയുന്നുണ്ട്. നിഴലിൻ വഴി പൈതൽ പോലെ പോയി ഉഴലാ ഭോഗമിരന്നു ഞാനിനി. അതിന് കാരണം ഇതാ, മനസ്സിൻ്റെ സൃഷ്ടിയാണ്. മനസ്സല്ലാതെ വേറെ സൃഷ്ടിയില്ല. മനസ്സുണ്ടാക്കുന്നതാണ് ഈ പ്രപഞ്ചം, മനസ്സുണ്ടാക്കുന്നതാണ് എല്ലാം. മനസ്സെങ്ങനെയോ അങ്ങനെ. അതാ ഇവിടെ പറയുന്നത്. സുഖവും ദുഃഖവും മനസ്സിൻ്റെ ധർമ്മങ്ങളാണ്. തേ അങ്ങയുടെ ധർമ്മമല്ല, തേന നിന്റെ ധർമ്മമല്ല. ഹേ രാജൻ, ഹേ ജനകൻ, നിന്റെ ധർമ്മമല്ല ഈ സുഖദുഃഖങ്ങൾ, നിന്റെ ധർമ്മമല്ല ഈ ധർമാധർമ്മങ്ങൾ, അത് മനസ്സിൻ്റെ ധർമ്മമാണ്. ത്വം നീ കർത്താനാസി, നീ കർത്താവല്ല, നീ ചെയ്യുന്നവനല്ല. ഒന്ന് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുകയാണ്. കാലം, ദേശം, ദ്രവ്യം, പ്രകൃതി, അദൃഷ്ടമെന്ന അഞ്ചെണ്ണമാണ് ചെയ്യുന്നത്, ചെയ്യുന്നവനല്ല. പലതിലും നമ്മൾ അഭിമാനിക്കുന്നു. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പോൾ ആരെങ്കിലും പറയാ ഒന്നുകൂടെ അത് ചെയ്യാവോ? അതുപോലെ പറ്റുകയില്ല. 10 മിനിറ്റ് സംസാരിച്ച് അതൊന്ന് ടേപ്പ് ചെയ്ത് കൈവച്ചിട്ട് സ്വാമിയാരെ ഇതൊന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചാൽ കാണാതെ പഠിച്ചതാണെങ്കിലേ പറയാൻ പറ്റും. മനസ്സിലായില്ല. അടുത്ത വാക്കിന്നതാണ് വരാൻ പോകുന്നതെന്ന് നിശ്ചയം ഉണ്ടാവില്ല ഒരാൾക്കും. അത് മനോഹരമായിരിക്കുന്നത് പൂർവകർമ്മങ്ങളാൽ, അത് മോശമായി പോകുന്നത് പൂർവകർമ്മങ്ങളാൽ, മനസ്സിൻ്റെ കൽപ്പനയാൽ. നല്ല മനസ്സ് വെച്ച് പുലർത്തിയാൽ നല്ല വാക്കുകൾ. പൂർവപൂർവ കർമ്മങ്ങൾ തെറ്റാണെങ്കിൽ, മനസ്സതുകൊണ്ട് മോശമായാൽ നല്ല വാക്കൊക്കെ വേണമെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് എന്നാലും അവിടെ ചെല്ലുമ്പം മ്ലേച്ഛം വരും. മനസ്സിലായില്ല. ഇന്ന് അമ്മയോട് വഴക്കുണ്ടാക്കുകയില്ല, ചീത്ത വിളിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ചില മക്കൾ പോവും. അവിടെ ചെല്ലും, അമ്മയെ കാണും, വർത്തമാനം പറഞ്ഞു തുടങ്ങും. നിങ്ങൾ തള്ളേ. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും തലയ്ക്കടിക്കും. പിന്നെയും ഞാനത് തന്നെ ചെയ്യും. ഇതെങ്ങനെയാണ് വരുന്നത്? മനസ്സിൻ്റെ സൃഷ്ടിയുണ്ട്. എങ്ങനെയാണ് മാറുക? മനസ്സിനെ ഉദാത്തമാക്കി. പ്രസന്നമധുരമായ വാക്കുകൾ, അതൊക്കെ മനസ്സിൻ്റെ സൃഷ്ടികളാണ്. സങ്കല്പങ്ങൾ മാത്രമാണ് ഈ പ്രപഞ്ചം. സത് സങ്കല്പങ്ങൾ കൊണ്ട് നിറച്ചാൽ സത്കാരസേവിതമാവും. ദുസ്സങ്കല്പങ്ങൾ കൊണ്ട് നിറച്ചാൽ ദുഷ്ടലാക്കോടെയുള്ള പദങ്ങൾ വരും. ചിലരുടെയൊക്കെ പോയിരുന്നാൽ കാണാം. ചില വീട്ടിലൊക്കെ ചെന്നാൽ അവിടുത്തെ അച്ഛനും അമ്മയൊക്കെ ഇരിക്കുന്ന നിങ്ങളെ ഒലക്ക കൊണ്ട് ഗൗബീനെ ഒടിപ്പിച്ചു വിടും. നല്ല മനോഹരമായ വാക്ക്. വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോടും അച്ഛനോടും ഒക്കെ ദേഷ്യവും വരും. കാരണം ഇതുപോലെ നിരപ്പാർന്ന് പറയാൻ കഴിയുക. ഭാഷയാണ് ഒരുത്തൻ്റെ വ്യക്തിത്വം. വാഗ്ദേവത കയ്യിലുണ്ടെങ്കിൽ അരിക്ക് വേറെ കാശ് കരുതണ്ട. മനസ്സിലായില്ല. അതില്ലെങ്കിൽ കാശ് കരുതിയിട്ടും കാര്യമില്ല. കാശുണ്ടെങ്കിലും കഞ്ഞി കൂടി നടക്കുകയില്ല. ഒരുത്തൻ കൂട്ടുകാരോടൊപ്പം പതിവായി പോയി ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും. ആനന്ദമന്ദിരം ഗോപാലപിള്ളയുടെ കടയിൽ പോയി
60കളിൽ ദോശയും ചായയൊക്കെ കുടിക്കും, ചോറും ഉണ്ണും. അപ്പോൾ ഇങ്ങനെ ചെല്ലുമ്പോൾ ഒരു ദിവസം ചെല്ലുന്ന സമയത്ത് ഗോപാലപിള്ള അവിടെ ഇരിപ്പുണ്ട്. ഇവൻ്റെ ഈ പൈസ ഉണ്ടാകുമെന്ന് കൂട്ടുകാർ ഓർത്തു. കൂട്ടുകാരിലൊരുത്തം പറഞ്ഞു വാ ചായ കുടിക്കാം. അപ്പോൾ അവൻ പറഞ്ഞ് കാശില്ല. പറഞ്ഞ് എൻ്റെ കയ്യിലുണ്ട്. ഇവൻ ഇല്ലെന്ന് പറയുന്നത് കള്ളം പറയായിരിക്കും, കാരണം എന്നും അവനല്ലേ പൈസ കൊടുക്കാറ്, എന്നും കൊടുത്തോളൂ എന്ന് വിചാരിച്ച് കയറി നല്ലപോലെ എല്ലാവനും തിന്നു. തീറ്റ കഴിഞ്ഞ് ബില്ല് വന്നപ്പോൾ പറഞ്ഞു എൻ്റെ കയ്യിലില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാ. അപ്പം മറ്റവൻ പറഞ്ഞാ ഞാൻ ഇല്ലെന്ന് പറഞ്ഞതല്ലേ, അത് നീ ചുമ്മാ പറഞ്ഞാണെന്ന് വിചാരിച്ചു. ഏതായാലും കുഴപ്പമില്ല, പേടിക്കണ്ട, നിങ്ങൾ പോകും, നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ പുറകെ വന്നേക്കാം. ബാക്കിയുള്ളവരെ കൈ കഴുകി അവൻ ഇറക്കി വിട്ടു. അവർ കൂടെ വന്നാൽ ശരിയാവില്ല. അതാ ഇറക്കി വിട്ടേച്ച് അവൻ പോയി കൈ കഴുകിയിട്ട് വന്നിട്ട് പറഞ്ഞു, ഗോപാലപിള്ളയുടെ മുമ്പിൽ വന്നിട്ട് നിന്ന് പറഞ്ഞു, എനിക്ക് വേഗം പോകണം, ഇടിക്കുന്നുണ്ടോ ഇടി, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. ഗോപാലപിള്ളി ആകെ വിചാരിച്ചത് എന്തോ വന്ന് പതിവായിട്ട് ചായ കുടിക്കാറുണ്ട്, ഇടിക്കുന്നുണ്ടോ ഇടിക്കാൻ, എനിക്ക് പോകണമെന്ന്. ഗോപാലപിള്ളി ചോദിച്ചു എന്തിനെ തന്നെ ഇടിക്കുന്നത്? അല്ല ഇന്ന് കാശില്ല കയ്യിൽ, അപ്പോൾ ഇടിക്കുകയാണെങ്കിൽ ഇടി കൊണ്ടിട്ടങ്ങ് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ്. പോകാൻ തിരക്കുണ്ട്. ഒന്ന് പോ. കാരണം അവൻ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവനും ഇതുപോലെ ഒന്ന് പറയും. ഗോപാലപിള്ളയുടെ സങ്കടം അതാ. ഗോപാലപിള്ളയ്ക്ക് ഇടിക്കാനുള്ള ആ ഒരു ശേഷി നഷ്ടപ്പെട്ടു. മനസ്സിലായി? അപ്പം ഇത്രയും മതിയാകും ചിലപ്പോൾ ഒരു കഞ്ഞി കുടിക്കാൻ എന്ന് പറഞ്ഞ് കയറരുതേ. പൂർവ്വപുണ്യവും കൂടെ വേണം. ഈ ഭൂമിയിലെ ജീവിതം ഇത്രയേ ഉള്ളൂ. ഇത് വളരെ രസാവഹമാണ്. അതിനൊരുപാട് വിദ്യാഭ്യാസമൊന്നും വേണ്ട. അതിന് ഓളെ മുക്കാ ചക്രത്തിൻ്റെ ഏർപ്പാടേ വേണ്ടൂ. മറിച്ച് ആത്മബുദ്ധിയിലേക്ക് പോകാൻ ഇത് ഞാനല്ലെന്നുള്ള ബോധം വേണം. മനസ്സ് ആണിതെല്ലാമെന്നറിയണം. ഇത് മുഴുവൻ മനസ്സിൻ്റെ ധർമ്മമാണ്, നിന്റെ ധർമ്മമല്ല. നീ കർത്താവല്ല. കർത്താവൊക്കെ വേറെയാ. നീ കർത്താവല്ല. എല്ലാ കർമ്മത്തിലും നിന്റെ പങ്ക് കുറവാണ്. കർമ്മത്തിന് പഞ്ചൈതാനി മഹാബാഹു കാരണാനി നിബോധമേ സാഖ്യേ കൃതാന്തേ ഭോക്താനി സിദ്ധേ സർവകർമ്മണാം എന്ന് ഗീതയും പറയും. അധിഷ്ഠാനം തഥാകർത്ത കരണം ച പൃഥക് വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവത്ര പഞ്ചമം. അദൃഷ്ടം ദൈവം. കർമ്മം വിജയവും പരാജയവും ഉണ്ടാക്കുന്ന അദൃഷ്ടമാണ്. എത്ര കരുതലോടെ നോക്കി ചെയ്താലും അദൃഷ്ടം കൂടെ ഇല്ലെങ്കിൽ കർമ്മം പോയി. അദൃഷ്ടത്തിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പം നീ കർത്താവല്ല. കർത്താവ് നിന്നിൽ നിന്ന് വേറിട്ടാണ്. കാലം, ദേശം, ദ്രവ്യം, പ്രകൃതി ഇതൊക്കെ കയ്യിലെടുത്ത് കർമ്മം ചെയ്താലും ആ കർമ്മത്തിൽ ഒരു സന്ദിഗ്ധതയുണ്ട്. അതിൻ്റെ ഫലത്തിൽ ഇൻഡിറ്റർമിനറ്റ്, അൺസർട്ടൻറ്റി. ഇതൊക്കെ ഇന്ന് നിങ്ങൾക്ക് നല്ല പിടിപാടുള്ള പദങ്ങളാണെന്ന് തോന്നുന്നു. ഒരു 15-20 കൊല്ലം മുമ്പ് നിങ്ങൾ സമ്മതിക്കാത്ത പദങ്ങളാണ്. കർമ്മം ഞാൻ ചെയ്യുന്ന പോലെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ ശാസ്ത്രകാരന്മാരൊക്കെ കണ്ണു തള്ളിപ്പോയി. ശാസ്ത്രത്തിൻ്റെ നിയാമകത്വമൊക്കെ മാറി. സംതിങ് പ്ലസ് മൈൻഡ് എല്ലാത്തിലും, പ്രത്യേകിച്ചും സബാറ്റമിക് തലങ്ങളിൽ. അവിടെ എല്ലാം മനസ്സ് ചേർത്താണ്. മനസ്സ് ചേരാതെ സൂക്ഷ്മവസ്തുക്കളൊന്നുമില്ല. മനസ്സ് പങ്കാളിയാണ്. എല്ലാത്തിലും മനസ്സ് പങ്കാളിയാണ്. മനസ്സ് നന്മയുള്ളവൻ്റെ ഒരുവൻ്റെ സാന്നിധ്യത്തിൽ നിങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ മാറി നിൽക്കുന്നു. അതല്ലാത്ത ഒരുവൻ്റെ സാന്നിധ്യത്തിൽ രോഗങ്ങൾ വർദ്ധിക്കുന്നു. അപ്പോൾ ആ നിൽക്കുന്നവരുടെ മനസ്സ് പങ്കുവഹിക്കുന്നു. അപ്പോൾ രോഗത്തിൻ്റെ സ്ഥൂല ഭാവമല്ലാത്ത ഒന്ന് അതിലുണ്ട്.
എല്ലാ കർമ്മങ്ങളിലും ഇത് ബാധകമാണ്. 1000 ഓപ്പറേഷൻ നിർവഹിച്ച ഡോക്ടർ 1001ാമത് ചെയ്യുമ്പോൾ 1000 എണ്ണവും വിജയിച്ചവൻ്റെ 1001ാമത്തത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നത് സർട്ടൈനല്ല. ശരിയാണ്. 10,000 തവണ ഒരു കോയിൻ ടോസ് ചെയ്ത് ഹെഡ് വന്നെങ്കിലും അടുത്ത തവണ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരണമെന്നില്ല. ട്രൂ? അനിശ്ചിതമാണ്. ഏത് അത്ഭുതങ്ങളും അനിശ്ചിതമാണ്. എന്തും അനിശ്ചിതമാണ്. അതുകൊണ്ടത് അദൃഷ്ടമാണ്. ഈ അദൃഷ്ടത്തെ നന്നായി അറിഞ്ഞിട്ട് നീയല്ല കർത്താവെന്ന് മനസ്സിലാക്കുക. കർത്താവ് നീയാണേ അതിൻ്റെ നിശ്ചയം നിനക്കുണ്ടാകണം. പറ്റില്ല. ഒന്നിൻ്റെയും നിശ്ചയം നിനക്കില്ല. നിനക്കൊന്നും തീരുമാനിക്കാനാവില്ല. അതുകൊണ്ട് നീ കർത്താവല്ലെന്ന് അറിഞ്ഞ് ജീവിക്കുക. ഇതൊന്ന്. സർവദാ സദാ മുക്ത, നീ സദാ മുക്തനാണെന്ന് മനസ്സിലാക്കുക. സദാ മുക്ത ഏവ അസി, നീ മുക്തൻ തന്നെയാകുന്നു. നീ ബന്ധനത്തിലല്ല, മുക്തനാണ്. അപ്പോൾ ധർമാധർമ്മങ്ങളും സുഖദുഃഖങ്ങളും മനസ്സിൻ്റെ ധർമ്മങ്ങളാണ്. ഹേ സർവവ്യാപിൻ, നിൻ്റെതല്ല. നീ കർത്താവുമല്ല ഭോക്താവുമല്ല. സർവകാലത്തിലും മുക്തൻ തന്നെയാണ് നീ. മനഃകൃതകൃതം രാമ ന ശരീരകൃതം കൃതം ഏനൈവാലിംഗ്യതേ ജായ തേനൈവാലിംഗ്യതേ സുതാഹ. ഇൻ്റർവെല്ലിൻ്റെ സമയമാകാറായെന്ന് തോന്നുന്നു. 4 മണിയായി. 4 മണിയായി. ചായക്കുള്ള സമയമായെന്ന് തോന്നുന്നു അല്ലേ? എഴുന്നേക്കാൻ പറയട്ടെ. ചായയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. സംഘാടകരാരെങ്കിലും പറയും. ഈ ശ്ലോകം കംപ്ലീറ്റ് ചെയ്തിട്ട് മതി. ശരി, കംപ്ലീറ്റ് ചെയ്തിട്ട് മതി. ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് മതി. ഈ ശ്ലോകം ഇവരങ്ങനെ പറയും. മനഃകൃതകൃതം രാമാന ശരീരകൃതം കൃതം. യോഗവാസിഷ്ടം. കർമ്മം എല്ലാം മനസ്സിൻ്റെയാണ്, ശരീരത്തിൻ്റെ അല്ല. ശരീരം കൊണ്ട് ചെയ്യുന്ന ഒന്നും കർമ്മമല്ല. മനസ്സ് പങ്കെടുക്കുന്നതേ കർമ്മമാവും. രാമനെ വസിഷ്ഠൻ പഠിപ്പിച്ചതാണ്. രാമൻ അത്ഭുതപ്പെട്ടു നോക്കി. ഇപ്പം ഞാനീ ചെയ്യുന്ന ശാരീരിക കർമ്മങ്ങളൊന്നും എൻ്റെ കർമ്മമല്ല എന്ന് ഉറപ്പിച്ചാണ് പറയുന്നത്. മനസ്സുണ്ടെങ്കിലേ അത് കർമ്മമാവൂ. രാമൻ സംശയിച്ചു നോക്കിയപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു. ഏനൈ വാലിംഗ്യതേ ജായ തേനൈ വാലിംഗ്യതേ സുതാഹ. എപ്രകാരമാണോ ഒരു പുരുഷൻ ഭാര്യയെ ആലിംഗനം ചെയ്യുന്നത്, അപ്രകാരമാണോ രാമ മകളെ ആലിംഗനം ചെയ്യുന്നത്? ചോദ്യം മനസ്സിലായില്ല? ഒരുപോലാണ്. കർമ്മം ഒന്നാണ്. കർമ്മം ഒന്നാണോ? നോ. ബാഹ്യമായ ആലിംഗനം ഒന്നാണ്. കർമ്മം ഒന്നാണോ? ആ വേളയിൽ പുരുഷനിലും സ്ത്രീയിലും വരുന്ന അനുഭൂതികളൊന്നാണോ? എന്നാണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ സംസ്കാരം ശവസംസ്കാരമാകും. എന്താ അതിൻ്റെ വ്യത്യാസം? മനസ്സിൻ്റെ വ്യത്യാസം. രാവിലെ എഴുന്നേറ്റ് 2 കിലോ മത്തി ഉരച്ചത് കല്ലേലാ. റൈറ്റ്, ശരിയാണ്. അതേ സമയത്തപ്പുറത്ത്
2 കല്ല് കീറിയിട്ട് ഒരു ചെറിയ ട്രഞ്ചുണ്ടാക്കി 2 കല്ല് കീറിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ട് വെച്ച് കക്കൂസിപ്പോയതും കല്ലേലാ. ശരിയാ. രാവിലെ ഇവിടെ വന്ന് തൊഴുതതും കല്ലിനെയാ. കർമ്മതലത്തിൽ കല്ല് 3 ഒന്നാണോ കർമ്മം? ആണോ? മീനൊരച്ച കല്ല് പാറയിൽ നിന്നെടുത്ത് ആ പാറയിൽ നിന്ന് ഒരു കഷ്ണമായത്. മനസ്സിലായില്ല? എവിടെയാ വ്യത്യാസം? സങ്കല്പത്തിൽ. സങ്കല്പം എവിടെയാ? മനസ്സിൽ. മനകൃതകൃതം രാമാന ശരീരകൃതം കൃതം ഏനൈ വാലിംഗ്യതേ ജായ തേനൈ വാലിംഗ്യതേ സുതാഹ. അപ്പൊ എവിടെയാ വ്യത്യാസം? ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വ്യത്യാസം എല്ലാം മനസ്സിൻ്റെയാണ്. മനസ്സാണിതിനെയെല്ലാം വ്യത്യാസപ്പെടുത്തുന്നത്. മനസ്സിൻ്റെ ധർമ്മങ്ങളാണിതെല്ലാം. മനസ്സിൻ്റേതാണ് സുഖദുഃഖങ്ങളെല്ലാം. ഫോറിനിൽ പോയി ജോലി ചെയ്തു, സ്വത്തൊക്കെ ഭാര്യയുടെ പേരിൽ ഒരു അക്കൗണ്ടിലിട്ടു, അവളെ അങ്ങ് ഗംഭീരയാക്കി, അവളെപ്പറ്റി എല്ലാവരോടും പ്രശംസിച്ച് പറഞ്ഞു, അവളാണ് എൻ്റെ വിജയം, എൻ്റെ ജീവിതം, എല്ലാം എല്ലാം. കൂട്ടുകാരെ എവിടുന്ന് കൊണ്ടുവന്നവ പരിചയപ്പെടുത്തി ഒക്കെ ചെയ്തു. കഴിഞ്ഞ് അവളുടെ സുഖത്തിനൊരു വണ്ടി വാങ്ങിച്ചു കൊടുത്തു, ഒരു ഡ്രൈവറെയും വിളിച്ച് അവളെ എവിടെയെങ്കിലും കൊണ്ടുപോകാനാക്കി. ഇത് കഴിഞ്ഞു. ഒരു ദിവസം രാവിലെ അവിടുന്ന് ജോലിയൊക്കെ നിർത്തി തിരിച്ചു വന്നപ്പം എരുമേലിൽ അവളൊരു ജുവലറിയും തുടങ്ങി. ഡ്രൈവറും അവളും കൂടി ജുവലറി ഗംഭീരമായിട്ട് നടത്തുമ്പോൾ കാർന്നൂർ വന്നപ്പോൾ ഒരു രുദ്രാക്ഷമാല എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇറങ്ങിക്കോ ഉള്ളില്ലെന്ന്. മനസ്സിലായില്ല? ഇപ്പൊ മുമ്പ് പറഞ്ഞത് പറയുമോ? ഇപ്പൊ അവൻ കൊണ്ട് കേസ് കൊടുക്കും, അവളുടെ പേരിലുള്ളതൊക്കെ തിരിച്ചു കിട്ടാൻ. കൊടുക്കുവോ? കാരണം എന്താ? ഇപ്പം മുമ്പത്തെ മനസ്സില്ല. ഇപ്പോൾ സ്വാമിമാരെയൊക്കെ കാണുമ്പോൾ നമസ്കരിച്ചിട്ട്, ഞാനിപ്പോൾ കുറച്ച് ആധ്യാത്മികത്തിൻ്റെ വഴിയിലാണ്, അവളെന്നെ ചതിച്ചു. അപ്പോൾ സ്വാമിയെ നമസ്കരിച്ചിട്ട് എഴുതേക്കോ, സ്വാമിക്കും ഒരു സംശയം, എന്നെ ആരെങ്കിലും ചതിച്ചിട്ടാണോ ഇത് ഉടുത്തത്? സീ ദ ഡിഫറൻസ്. മനസ്സിലായില്ല? മനസ്സാണിത് മുഴുവൻ. മനം പോലെ മംഗല്യം. മനസ്സിന് വെളിയിലൊന്നുമില്ല. ഇനി എങ്ങനെയാണ് ആ ഏകത്വം കാണുക? ഇതാണ് സത്യമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് കാണാം. കുറഞ്ഞപക്ഷം മനസ്സാണെന്നെങ്കിലും മനസ്സിലായാൽ